ഈ പ്രബന്ധത്തെ വിലയിരുത്തുവാനായി ബ്രദേഴ്സ് തോമസിനെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന സംപൂജനായ PK രാജശേഖരൻ മാഷ്, അഭിവന്യരായ വൈദികരെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും ആദ്യമായി ഈ മാതൃഭാഷാ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഭാഷ ഒരർത്ഥത്തിൽ മൂലധനം തന്നെയാണ്. ഒരു കൂട്ടത്തിൻ്റെ നിലനിൽപ്പിനെയും തുടർച്ചയെയും ഘടനാപരമായി ബന്ധിപ്പിക്കുന്നതിലൂടെ നവീകരണവും പുനരുൽപാദനവും സാധ്യമാക്കുന്ന ഒന്ന്. കർത്തൃബോധ ലോകങ്ങളെ വ്യവസ്ഥപ്പെടുത്തുന്ന, പുനർനവീകരണത്തിന് ഇടം നൽകുന്ന, സ്വയം കാഴ്ചകളെ, ബിംബങ്ങളെ രൂപപ്പെടുത്തുന്ന ഒന്ന്. അതുകൊണ്ടൊക്കെ ആവണം ഭാഷാപരമായ അധിനിവേശം വംശഹത്യയായി മാറുന്നത്. നാം ജീവിക്കുന്ന ഈ ലോകത്ത് ഓരോ മാസവും ഒന്നിലധികം ഭാഷകൾ ഇല്ലാതാകുന്നു എന്നതാണ് കണക്ക്. ഓരോ ഭാഷയോടൊപ്പം ഇല്ലാതാകുന്നത് അവയിലൂടെ സ്വയം നിർമ്മിക്കപ്പെടുകയും പുലരുകയും ചെയ്ത ഒരു ജനവിഭാഗം കൂടിയാണ്. അതുകൊണ്ട് സാമൂഹികവും ഭൗതികവുമായ മൂലധനം ആർജിച്ചെടുക്കുന്നതിലും നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്നതിലും ഭാഷ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു എന്നൊരു ഉൾക്കാഴ്ച ഈ മാതൃഭാഷ ദിനത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് മലയാള സാഹിത്യത്തിന് തൻ്റെ കവിത കൊണ്ട് കവാടമൊരുക്കുകയും ജീവിതം കൊണ്ട് അവഗണിക്കപ്പെടുകയും മരണം കൊണ്ട് അറിയപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിനുടമയായ കവി അറമുഖം അയ്യപ്പനെ പ്രബന്ധകാരൻ തൻ്റെ വിഷയമായി തിരഞ്ഞെടുത്തതിൽ അതിയായി സന്തോഷിക്കുകയും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടതു മുതൽ ഈ വിഷയത്തെ ഇത്രയും മനോഹരവും ഫലദായകവുമായ രീതിയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഇത്തരുണത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഭാഷയെ സൂക്ഷ്മമായും സഭ്യമായും കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അവതരണ ശൈലി കൊണ്ടും ആദ്യം മുതൽ അന്ത്യം വരെയുള്ള ഭാഷയുടെ താളക്രമം കൊണ്ടും ഈ പ്രബന്ധത്തെ കൂടുതൽ ലാവണ്യമുള്ളതാക്കി തീർക്കുവാനും അയ്യപ്പനെക്കുറിച്ച് അറിയുവാനുള്ള താല്പര്യം ആസ്വാദകരിൽ ജനിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും ഈ അവസരത്തിൽ വളരെ പ്രശംസനീയമാണ്. മരണം കൊണ്ട് ഞാൻ പരിചയത്തിലായ ഒരു മനുഷ്യനാണ് കവി അയ്യപ്പൻ. അല്പം അപമാനത്തോടെ ആണെങ്കിലും ഒരു സത്യം ബോധിപ്പിച്ചു കൊള്ളട്ടെ, മരണത്തിനിപ്പുറം വരെയും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അജ്ഞനായിരുന്നു. പിന്നീട് പലരോടും തിരക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, പലരും എന്നെപ്പോലെ തന്നെ മരണം കൊണ്ടാണ് കവിയെ പരിചയപ്പെട്ടതെന്ന്. പരിചയപ്പെട്ടതു മുതൽ അറിയാതെയെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ഈ അവസരത്തിലും അങ്ങനെ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് മുമ്പിൽ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കറുത്ത കാലത്ത് എഴുതാൻ വിധിക്കപ്പെട്ട കവിയായിരുന്നു അയ്യപ്പൻ. തീപിടിച്ച ഗ്രന്ഥപ്പുരകളും മുറിവേറ്റ ഛന്ദസ്സും കണ്ട കവി ചോറിന് രുചിയില്ലാതായതും വേളിയെ വെറുത്തതും കൊണ്ടുനടന്ന കൊടി ശവക്കച്ചിയായതും എഴുതി. ജീവിതത്തിൻ്റെ ഹ്രസ്വതയെ എഴുതിയതുകൊണ്ട് സുതാര്യമായ ശില്പങ്ങൾ തന്നിട്ടാണ് കവി യാത്രയായത്. വിഷം തീണ്ടി നിലച്ച ആകാശമേലാപ്പിന് കീഴെ കവി എപ്പോഴും എരിയുന്ന ചിത കണ്ടു. ആ ഭയം അദ്ദേഹം വാക്കുകളിൽ പകർത്തുകയും ചെയ്തു. മരണത്തെ ഓർത്തതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും അദ്ദേഹം പ്രണയിച്ചു. ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളെ എടുത്തു കാട്ടുന്നതിൽ പ്രബന്ധകാരന് ചെറിയ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്നുമുണ്ട്. 70കൾ അവസാനത്തിലാണ് കവി മലയാള കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഭാവുകത്വം അതിഭാവുകത്വമായി മാറുകയും അതിവൈകാരികതയും നാടകീയതയും ഊരുചുറ്റുകയും ചെയ്തിരുന്ന ആ നാളുകളിൽ വലിയ മാറ്റത്തിൻ്റെ വക്താക്കളായിരുന്നു കവിയും ഒപ്പമെത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടും. കവിയുടെ ആ പ്രവർത്തനങ്ങളെ അല്പമെങ്കിലും വരച്ചു കാട്ടേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. നാടകീയതയിലേക്ക് പരിണമിക്കുന്ന നവീന കവിതയുടെ പൊതുപ്രവണതയിൽ നിന്ന് ഭാവഗീതാത്മത കൊണ്ട് വേറിട്ടു നിൽക്കുന്ന രചനകളാണ് അയ്യപ്പൻ്റേത്. ഇവ തമ്മിലുള്ള പൊരുത്തക്കേട് തുറന്നു കാട്ടുവാൻ പ്രബന്ധകാരന് ശരിക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ രചനകളിലെ വൈകല്യങ്ങളെ
ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിലും ചെറിയൊരു അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തനിയാവർത്തനം തൻ്റെ കവിതകളിലെ വൈകല്യങ്ങളിലൊന്നാണെന്ന് വായനക്കാരെയും മറ്റെഴുത്തുകാരെയും പോലെ കവി സ്വയം മനസ്സിലാക്കുന്നുണ്ട്. കവിതയിൽ താളത്തോട് കലഹം പ്രഖ്യാപിച്ച കവിയാണ് അയ്യപ്പൻ. വെറുതെ ഒഴുകിപ്പോകുന്ന ഈണങ്ങളോടും അതിന് മമതയില്ല. അക്ഷരക്കണക്ക് തെറ്റിക്കാതെ വൃത്തങ്ങളെ അടുക്കിയെടുക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ നൈപുണ്യം അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. രൂപഭാവ തലങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ മുറിഞ്ഞും മറ്റു ചിലപ്പോൾ ഗർഭസ്ഥ വർഷത്തെ വഹിച്ചു നിൽക്കുന്ന കേകവൃത്തം അദ്ദേഹത്തിൻ്റെ കവിതയിൽ എപ്പോഴും പ്രകടമാണ്. താളനിഷേധം അയ്യപ്പൻ്റെ കവിതയുടെ മുഖലക്ഷണമായി ഗണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരം കൊടുക്കുന്നതിൽ പ്രബന്ധകാരൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എന്നാലും അയ്യപ്പൻ എന്ന പച്ചയായ മനുഷ്യന്റെ ജീവിതത്തെയും ജീവിതത്തെയും വളരെ മനോഹരമായി കൂട്ടിയിണക്കുന്നതിൽ പ്രബന്ധകാരൻ വിജയിച്ചിട്ടുണ്ട്. ആഘോഷങ്ങളെ പ്രണയിക്കുന്ന നമുക്ക് ചിന്തിക്കാൻ ചില കനുള്ള വരികൾ സമ്മാനിക്കാൻ പ്രബന്ധകാരൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അവയിൽ ചിലത് ശരം പോലെ തറച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നന്ദി. അടുത്തതായി നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നതും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ വാക്കുകളാണ് ശ്രീ പി കെ രാജേഷ്